പച്ചക്കറി കൃഷിയിൽ വിജയവുമായി 4 യുവാക്കൾ. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കാസർഗോഡ് കൊളവയൽ പാടശേഖരത്തെ ഹരിതാഭമാക്കുകയാണ് ഇവർ. നരമ്പനും വഴുതിനയും പയറും ചീരയും വെണ്ടയും ചോളവും വിളഞ്ഞു നിൽക്കുന്ന കൊളവയലിലെ പാടശേഖരം ആരെയും ആകർഷിക്കും. വർഷങ്ങൾക്ക് മുൻപ് പുകയില കൃഷി നടത്തിയ പാടശേഖരത്തെ ഗംഗാധരനും പ്രജീഷും സുഭാഷും ഷാജിയും ഉൾപ്പെട്ട 4 സംഘം അത്യധ്വാനം ചെയ്താണ് ജൈവ പച്ചക്കറിയുടെ ഇടമാക്കി മാറ്റിയത്. വരുമാന മാർഗം എന്നതിലുപരി നാടിന് പ്രയോജനമാകും വിധത്തിൽ വിഷരഹിതമായ പച്ചക്കറി നൽകാൻ സാധിക്കുന്നു എന്നതാണ് ഈ യുവാക്കൾക്ക് ഒരേക്കറിലധികമുള്ള കൊളവയലിൽ പച്ചക്കറി കൃഷി തുടരുന്നതിന് ആവേശമായി മാറുന്നത്. ഓരോ ഇനം പച്ചക്കറികളിൽ നിന്നും 1 കിൻഡലിലധികം വിളവ് ഓരോ വിളവെടുപ്പിലും ലഭിക്കുന്നുണ്ട്. 2 വർഷക്കാലമായി എൻ്റെ ഈ സഹപ്രവർത്തകരും ഞങ്ങളും കൂടി വെണ്ട, അതുപോലെ തന്നെ മറ്റ് വൈനിങ്ങ, മത്തൻ, നരമ്പൻ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിൻഡലിന് മീറ്റ് നമുക്ക് ഓരോ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വരും ഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഇതുപോലെയുള്ള പൊതുസമൂഹം ഏർപ്പെട്ടുകൊണ്ട് കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാകും. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള 3 യുവാക്കളാണ്. അവർ ഈ കൃഷി രംഗത്ത് ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി തന്നെ ഇന്നത്തെ പുതിയ തലമുറ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുന്നു എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിനകത്ത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ വിത്തിനങ്ങൾ ശേഖരിക്കുന്നത്. വിഷരഹിത പച്ചക്കറിക്കായി കഴിയാവുന്നത്ര കാലം മണ്ണിലിറങ്ങാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, കാസർഗോഡ്.